സംഖ്യാബലത്തിന്റെ ശോഷണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നൊരു സംഭവം? രണ്ട് വോളിയൂംസിന് ആയിട്ട് കുറെ അധ്യായങ്ങളുമൊക്കെ ആയിട്ട് 6 കുറെ അധ്യായങ്ങളിലൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. പറയുകയാണ്, കേരളത്തിലെ എന്താണ് പറയുക, 9ാമത്തെ ഖണ്ഡിക, 1ാമത്തെ അധ്യായത്തിലെ 9ാമത്തെ ഖണ്ഡിക, വിവിധ കാരണങ്ങളാൽ കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പ്രധാനമായും ജനനനിരക്ക് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഞാൻ പറയുന്നതല്ല, കോശി കമ്മീഷന്റെ. ഇത് പ്രധാനമായും ജനനനിരക്ക് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുപോലെ അഭ്യസ്ത വിദ്യരുടെ വിദേശ കുടിയേറ്റവും സ്ഥിരതാമസവും മൂലം ജനസംഖ്യാ ശോഷണം സംഭവിക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ വളർച്ചാ നിരക്കും ഗണ്യമായ തോതിൽ കുറഞ്ഞു വരുന്നു. ഇത് ശ്രദ്ധിക്കണം, ഇത് ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ നെഗറ്റീവ് വളർച്ചാ നിരക്കിലേക്കും അതുവഴി ക്രൈസ്തവരുടെ ജനസംഖ്യാ ശോഷണത്തിലേക്കും എത്തിച്ചേരും എന്ന ആശങ്കയ്ക്ക് വഴിതെളിക്കുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നു. വിവാഹം നടക്കുന്നില്ല, ജനസംഖ്യാ ശോഷണത്തിന്റെ മറ്റൊരു പ്രശ്നമാണത്. സമയാസമയങ്ങളില് യുവജനങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, അതുകൊണ്ട് സമയത്ത് മക്കൾ ജനിക്കുന്നില്ല, പ്രശ്നമാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10ാമത്തെ ഖണ്ഡികയിൽ 1ാമത്തെ അധ്യായം കുടുംബത്തിന്റെ, പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വീട്ടിൽ പോയി പറയാനുള്ളതാ. കുടുംബത്തിന്റെ വലിപ്പം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് 1970 ശേഷം വലിയ രീതിയിൽ മുന്നോട്ട് വന്നത് ക്രൈസ്തവ സമൂഹമാണ്. 1970 ശേഷം ജനസംഖ്യ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിന് മുന്നോട്ട് വന്നത് ക്രൈസ്തവ സമൂഹമാണ്. അതുകൊണ്ട് ഒരു കുടുംബത്തിൽ തന്നെ ധാരാളം മക്കളുണ്ടായിരുന്ന പഴയ സ്ഥിതിവിശേഷം മാറുകയും ഇന്ന് കുടുംബത്തിൽ 1-2 മക്കൾ മാത്രമുള്ളത് ക്രൈസ്തവ സമൂഹത്തിൽ സർവ്വസാധാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഒന്നാന്തരം ഒബ്സർവേഷനാണ്. ഞാൻ പറയും, കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കേരള ക്രൈസ്തവരുടെ അധ്യായമാണ്. എ ചാപ്റ്റർ ഓഫ് കേരള ക്രിസ്ത്യൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. കേരള ക്രൈസ്തവരുടെ അല്ലെ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു അധ്യായമാണ് ഭരണഘടനയിൽ എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.